സാബ്രയുടെ നമ്പർ ഒന്ന് ഇതിനകത്ത് മെസ്സേജ് ആയിട്ട് ഇടുവോ? Okay, good afternoon, everyone. Good afternoon. Good afternoon. Okay, good afternoon. Sorry for the late. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ, സോറി. വേറെ ക്ലാസ് കഴിഞ്ഞാണ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let's start with prayer, start of the day and sign. Okay. Prayer ഞാനാണ് മിസ്സേ. Okay. We are gathering together unto him. We are gathering together unto him. Unto him shall the gathering of the people be. We are gathering together unto him. We are singing together unto him. We are singing together unto him shall the people be. Singing together unto him. We are offering together unto him. We are offering together unto him shall the offering of the people be. We are offering together unto him. We are praying together unto him. We are praying together unto him shall the praying of the people be. We are praying together unto him. Yeah, okay. Okay, Shahla, then thought of the day and sign it. Thought of the day ഞാനാണ്. Optimism is the faith that leads to achievement. Nothing can be done without hope and confidence. Helen Keller. Okay. Then sign it. Signing ഞാനാണ് മാം. Yeah. Good afternoon, my dear friends and teacher. Today I am going to recite a rhyme. Let's start. Soft paper, lying on the floor, lying on the floor. Tidy, make up and tidy. Pick them out, pick them out. Okay, Nihal എന്നാണ് പ്രൊഫൈൽ നെയിം, കറക്റ്റ് ആണോ? Salma. Okay, let's move on our topic. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊണൗൺസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയിരുന്നോ? പ്രൊണൗൺസ് എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ. എവിടെ വരെ എടുത്തു? Possessive pronouns നെ കുറിച്ച്.
പൊസസീവ് പ്രോൺ ആണ്, അതായത് പേഴ്സണൽ പ്രോൺ ആണ് അല്ലെ. പേഴ്സണൽ പ്രോൺ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ നമ്മള്? Yes, ma'am. Personal pronoun complete ചെയ്തു. Then moving on to next emphatic pronoun. Emphatic pronoun എന്താണ് emphatic pronoun? ആദ്യം emphatic pronounൽ വരുന്ന keywords നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ എല്ലാ പ്രോണൗണിലും ഓരോ 9 types of pronouns ഉണ്ട് നമ്മൾ പഠിച്ചു. ഓരോ പ്രോണൗണിലും ഓരോ keywords ഉണ്ട്. ഓക്കെ, അപ്പൊ യൂസ് ചെയ്യുന്ന ഓരോ keywords ഉണ്ട്. സോ ഈ എംപാറ്റിക് പ്രോണൗണിലും റിഫ്ലെക്സീവ് പ്രോണൗണിലും നമ്മൾ യൂസ് ചെയ്യുന്ന കീവേർഡ്സ് സെയിം തന്നെയാണ് കേട്ടോ. അതായത് കീവേർഡ്സ് എന്ന് പറയുമ്പോൾ മൈസെൽഫ്, ഹിംസെൽഫ്, ഔർസെൽഫ്, ഹെർസെൽഫ്, ഈ സെൽഫ് വെച്ച് വരുന്ന എല്ലാ വേർഡ്സും കീവേർഡ്സ് ആണ്. ക്ലിയർ? ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്സ്, എന്റെ ഒരു നോട്ട് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സോ സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ. നെറ്റ് നോട്ട് ആണേ, പ്രോണൗണിന്റെ നോട്ട്സ് ആണ് ഇതില്. എംപാത്തിക് പ്രോണൗൺ, ഓക്കെ, എംപാത്തിക് പ്രോണൗൺ ആൻഡ് റിഫ്ലെക്സീവ് പ്രോണൗൺ ഞാൻ പറഞ്ഞു. രണ്ടിന്റെയും കീവേർഡ്സ് സെയിം തന്നെയാണ്. കീവേർഡ്സ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഐ സെൽഫ്, യുവർ സെൽഫ്, വിത്ത് സെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്. അതൊക്കെ സിംഗുലർ വേർഡ് ആണ്, സിംഗുലർ നൗൺസ് ആണ്. സോ അതിന്റെ പ്ലൂറൽസ് നോക്കി, അവർ സെൽഫ്, യുവർ സെൽഫ്, ദം സെൽഫ്, themselves ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ രണ്ട് പ്രോണൗൺസിലും വരുന്ന കീവേർഡ്സ്. ഓക്കെ, ക്ലിയർ? അപ്പൊ കീവേർഡ്സ് ഏതാണെന്ന് മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ എങ്ങനെയാണ് തന്നിരിക്കുന്ന സെന്റൻസ് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണോ അല്ലെങ്കിൽ എംപാത്തിക് പ്രോണൗൺ ആണോ എന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഐഡന്റിഫൈ അല്ലെ, അത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് എംപാത്തിക് പ്രോണൗൺ ആണ്. എംപാത്തിക് പ്രോണൗണില് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസില് ഈ വന്നിരിക്കുന്ന ഈ കീവേർഡ്സ് ഉണ്ടല്ലോ അല്ലെ, പറഞ്ഞ കീവേർഡ്സ്, ആ കീവേർഡ്സ് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അതായത് നൗണിനോ പ്രോണൗണിനോ ശേഷമാണ് ആ കീവേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് എംപാത്തിക് പ്രോണൗൺ ആണ്. മനസ്സിലായോ? നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കും കേട്ടോ. നോട്ട്ബുക്ക് ഞാൻ ആയിട്ട് ഹെഡിങ് എംപാത്തിക് പ്രോണൗൺ. ഓക്കെ, ക്ലിയർ? സോ കീവേർഡ്സ് എഴുതി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കീവേർഡ്സ് ഒക്കെ എഴുതി വെക്കാം. കീവേർഡ്സ് ഏതൊക്കെയാണ്? മൈസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്. അതിന്റെ പ്ലൂറൽസോ സിംഗുലർസോ ഒന്നും നോക്കണ്ട, കീവേർഡ്സ് മാത്രം എഴുതി വെക്കാം കേട്ടോ. മൈസെൽഫ്, himself, herself, itself, themselves. Okay? ടൈപ്പ് ചെയ്യണോ ഞാൻ? വേണ്ടല്ലോ. ഈ നോട്ടിൽ കാണുന്ന കീവേർഡ്സ് എഴുതിയിരിക്കും. myself, ourselves, yourself, herself, himself, themselves, itself. ഈ എല്ലാ കീവേർഡ്സും നോട്ട്ബുക്കിൽ എഴുതി വെക്കാം.
മിസ് എംഫറ്റിക് പ്രോണൗൺ ഒന്നുകൂടെ പറയോ? ക്ലിയർ ആയില്ല. കീവേഡ്സ് എഴുതി വെച്ചോ? എഴുതിയോ എല്ലാവരും? കീവേഡ്സ് എഴുതിയോ? യെസ്. ഓക്കെ. ദെൻ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം എക്സാമ്പിൾ തന്നെ വേണമെങ്കിൽ എഴുതി വെക്കും കേട്ടോ. I repaired the bike myself. I repaired the bike myself എന്ന് പറയുന്ന എക്സാമ്പിൾ എഴുതി വെക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. സെയിം ടെക്സ്റ്റിലുള്ള സെയിം എക്സാമ്പിൾ തന്നെയാണ്. I myself repaired the bike. I myself repaired the bike. രണ്ട് എക്സാമ്പിൾ എഴുതിയതിനു ശേഷം പറയാം കേട്ടോ. Okay, clear? Is it finished? Yeah, okay. So, ആ സെന്റൻസ് വായിച്ചു നോക്കാം. സെന്റൻസിൽ മൈസെൽഫ് വന്നിട്ടുണ്ട് അല്ലെ? മൈസെൽഫ് വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഐഡന്റിഫൈ വിച്ച് പ്രോണൗൺ ഈസ്. ഐഡന്റിഫൈ ചെയ്യുക. ഈ സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക ഇത് ഏത് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? കാരണം എംഫാറ്റിക് പ്രോണൗണിലും റിഫ്ലെക്സീവ് പ്രോണൗണിലും സെയിം കീവേഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഏത് പ്രോണൗൺ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പറ്റില്ല അല്ലേ? അപ്പൊ എങ്ങനെയാണ് എംഫാറ്റിക് പ്രോണൗൺ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ വന്നിരിക്കുന്ന കീവേഡ് മൈസെൽഫ്. മൈസെൽഫിന് മുൻപ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇത് നോട്ട് ചെയ്തേ. ബൈക്കും ഐയും ആണ് അല്ലെ? ഈ ബൈക്ക് എന്താണ്? Noun or pronoun? Noun. Noun ആണ്. ഇനി I എന്താണ്? Pronoun ആണ്. Yeah. അപ്പോ നൗണിനും പ്രോണൗണിനും ശേഷം ഈ കീവേഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോട്ട്ബുക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നോട്ട്ബുക്ക് ആണ്. നിങ്ങൾ മാത്രമേ നോട്ട്ബുക്ക് കാണുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ, ഇനി അഥവാ അതൊരു എന്താണ് കറക്റ്റ് ആയിട്ട് ഒക്കെ മലയാളത്തിൽ എഴുതണോ ഒന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതാം. നിങ്ങൾക്ക് ആ നോട്ട്ബുക്ക് വായിക്കുമ്പോൾ എന്താണ് എംഫാറ്റിക് പ്രോണൗൺ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും അതിൽ പറയാനൊന്നുമില്ല. മനസ്സിലായോ? അപ്പോ നൗണിനും പ്രോണൗണിനും ശേഷം അത്രയും പറഞ്ഞ കീവേഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കും. ക്ലിയർ ഓർ നോട്ട്? സിമ്പിൾ ആണ്. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. സെന്റൻസ് വായിച്ചു നോക്കാം. എന്നിട്ട് ഈ കീവേഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഡൗട്ട് വരും. ഓക്കെ, അത് എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ എന്ന് ഡൗട്ട് വരും. സോ എംഫാറ്റിക് എന്താണ്? നൗണും പ്രോണൗൺ ശേഷം വരുന്നതാണ് എംഫാറ്റിക് പ്രോണൗൺ എന്ന് മനസ്സിലാക്കുക. ഇതാണ് എംഫാറ്റിക് പ്രോണൗൺ. സോ write down the next heading is reflexive pronoun. Reflexive pronoun. അടുത്ത heading ഏതാ? Reflexive pronoun. ഇനി ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നൗണും പ്രോണൗണും നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഒരു ഇംഗ്ലീഷ് ഒരു സെന്റൻസിൽ പറയുന്ന എന്തൊക്കെയാണ് നൗണും പ്രോണൗൺ അല്ലാണ്ട് നമ്മൾ എന്താ പറയാ? എന്തെങ്കിലും പറയുന്നത് വെർബ് പറയും. അപ്പൊ ഈ പ്രൊപ്പോസിഷൻ ഈ പ്രോണൗൺ വരുന്നത് വെർബിന് മുൻപായിരുന്നു. മനസ്സിലായോ? വെർബിന് മുന്നായിരിക്കും എന്താ ഈ പ്രോണൗൺ, അതായത് ഈ കീവേഡ്സ്. ഓക്കെ, പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. They
found themselves in great difficulty. Okay. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ നോക്കാം. വെർബിന് ശേഷം വന്നത് കീവേഡ്സ് പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് മിസ്സേ. മിസ് വെർബിന് മുമ്പ് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ് എന്ന് പറയുമ്പോ അവിടെ ഡ്രോവ് അല്ലേ വെർബ്. അപ്പൊ വെർബിന് ശേഷല്ലേ ഹിംസെൽഫ് വരുന്നത്? ഞാൻ പറയാം കേട്ടോ. വെർബിന് മുൻപല്ല കേട്ടോ വരാം, വെർബിന് ശേഷമാണ്. അതായത് ഈ കീവേഡ്സിന് മുൻപ് വരുന്ന വെർബാണ് എന്ന് എഴുതി വെക്കും കേട്ടോ. എംപാറ്റിക് നൗണിന് പ്രോണൗണിന് ശേഷമാണ് കീവേഡ്സ് വരുന്നെങ്കിൽ എംപാറ്റിക്, വെർബിന് ശേഷമാണ് കീവേഡ്സ് വരുന്നെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ. ഇനി എപ്പോ ചോദിച്ചാൽ ഹി ഡ്രോവ് ദ കാർ ഹിംസെൽഫ് എന്ന് പറയുന്ന ഈ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ. ഇത് എംപാറ്റിക് പ്രോണൗണിൽ വരുന്നതാണ്, മിസ്റ്റേക്ക് ആണ്. ഇനി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് വേ റിഫ്ലെക്സീവ് പ്രോണൗൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒബ്ജക്റ്റും സബ്ജക്റ്റും സെയിം കീവേഡ് തന്നെയായിരിക്കും. അതായത് they themselves കണ്ടോ, theyയുടെ പ്ലൂറൽ themselves വന്നു. he himself, he cut himself കണ്ടോ. അങ്ങനെ നോക്കിയില്ലെങ്കിലും വെർബിന് ശേഷം വരുന്നതായി നോക്കിയാലും മതി, കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കൂ. അതായത് എംഫാറ്റിക് പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലെക്സീവ് പ്രോണൗൺ കിട്ടും. ശരിയല്ലേ? ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ കറക്റ്റ് ആയിട്ട്, സോറി, ഏതെങ്കിലും ഒരു പ്രോണൗൺ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി. മനസ്സിലായോ? എന്തോ മനസ്സിലായില്ല? അല്ല മാം, ആ ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി, അപ്പൊ അതിപ്പോ വെർബിന് ശേഷമാണ് നോക്കണമെങ്കിൽ അതിൽ ഏതാ വെർബ് വരണത്? വെർബ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വെർബാണ്. ഫൗണ്ട് മീൻസ് എന്താണ്? ഫൗണ്ട് കണ്ടു, കണ്ടുപിടിച്ചു. വെർബല്ലേ? ഓ ഓ ഓക്കെ മാം. അപ്പൊ വെർബ് കണ്ടുപിടിച്ചിട്ട് ആ വെർബിന് ശേഷം ഈ വേർഡ് ഉണ്ടോ നോക്കണം, കീവേഡ്സ് ഉണ്ടോ നോക്കണം അല്ലേ? വെർബിന് ശേഷമാണ് കീവേഡ്സ് വന്നേ നോക്കാം. അപ്പൊ അറിയേണ്ടത് വെർബ് എന്താണെന്ന് അറിയേണ്ടി വരും. വെർബിന് ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ ഞാൻ പഠിപ്പിച്ചു തരാം വെർബ് എന്താണെന്ന് കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ കൺഫ്യൂഷൻ ക്ലിയർ ആക്കാനായിട്ട് എംപാറ്റിക് ക്ലിയർ ആയോ? കാരണം ഓൾറെഡി നമ്മൾ നൗൺ പ്രോണൗൺ നമുക്ക് അറിയാവുന്നതുകൊണ്ട് എംപാറ്റിക് കുറച്ച് ക്ലിയർ ആണ് അല്ലെ? അപ്പൊ എംപാറ്റിക് പഠിച്ചാലും മതി, റിഫ്ലെക്സീവ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയും ചിന്തിക്കാം അല്ലെ? അപ്പൊ വെർബിന്റെ സംശയം നമുക്ക് തീർക്കാം, ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് പ്രോണൗൺ ക്ലിയർ ആണല്ലോ. എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, നോട്ട്സ് എഴുതി വെക്കാം. സോ കുറച്ച് നമ്മൾ മോക്ക് ടെസ്റ്റും നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, കുറച്ച് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, then moving on the next pronoun, indefinite pronoun. ഞാൻ ഇടയ്ക്ക് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. ഇതിന് മുൻപത്തെ ക്ലാസ്സിലാണ് ഞാൻ എടുത്തത് പ്രൊപ്പോസിഷനെ കുറിച്ചിട്ടാണ്. സോ അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് കയറിയത്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ല, പ്രൊപ്പോസിഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ്. So please ignore it. Okay, അപ്പോ next pronoun indefinite pronoun ആണ്. നമുക്ക് എഴുതാം. നമുക്ക് എഴുതിയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഇവിടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് അത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ പ്രോണൗണിനും അതിൻ്റെതായ കീവേഡ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗണിനും കീവേഡ് ഉണ്ട്. everyone, everybody, someone, somebody, anyone, anybody, no one, nobody, everything, something, anything, nothing, none, some, or few, many. ഈ കാണുന്ന കീവേഡ്സ് തന്നിരിക്കുന്ന സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ? സോ സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഇവിടെ ചെയ്യേണ്ടത് കീവേഡ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കും കേട്ടോ. കീവേഡ്സ് പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് ഏത് പ്രോണൗൺ ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. The simple way of learn. Clear? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ടോ? പറയൂ, ഓപ്പൺ ആയിട്ട് പറയൂ. മിസ്സേ ഇപ്പൊ ശരിക്കും പഠിക്കേണ്ടത് ഇതില് കീവേഡ്സ് പഠിച്ചാലേ ഇതിപ്പോ മനസ്സിലാവുള്ളൂ.
കീവേഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. കീവേഡ്സ് പഠിച്ചു വെക്കാം. ഏതൊക്കെ പ്രൊണൗൺസിന് ഏതൊക്കെ കീവേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ല ഏതൊക്കെ പ്രൊണൗൺസിന് ഏതൊക്കെ കീവേഡ്സ് ആണ് വരുന്നതെന്ന് പഠിച്ചു വെക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഓരോ പ്രൊണൗൺസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇമ്പോർട്ടന്റ് ഏതാണ്? കീവേഡ്സ് ആണ്. ഇന്ന പ്രൊണൗണിന് ഇന്ന കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വെക്കണം. മനസ്സിലായോ? അതില് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് ഈ റിഫ്ലെക്സീവും എംപാത്തിക് ആണ്. കാരണം ഒരേപോലത്തെ കീവേഡ്സ് വരുന്നത് കൊണ്ടുള്ള കൺഫ്യൂഷൻ ആണ്. പക്ഷെ അത് എംപാത്തിക് പ്രോണൗൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചത് കൊണ്ട് അത് സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണും കീവേഡ്സ് മാത്രം പഠിച്ചു വെക്കണം. മനസ്സിലായോ? അത് പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ്? ആ കീവേഡ്സ് പഠിച്ചു വെക്കുക. സോ സെന്റൻസ് തന്നിട്ട് ഇപ്പോ someone called when you were alone. Identify which pronoun is used here. Used here എന്നാലും ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് 4 ഓപ്ഷൻ തരും. ഇപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, എംപാത്തിക് പ്രോണൗൺ ആൻഡ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. അങ്ങനെ 4 പ്രോണൗൺസ് തരും. ഒരു സെന്റൻസ് മുകളിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാകും. ആ സെന്റൻസ് ആണ് someone called when you were alone. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയാണ് ഇത് ഏത് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ആ കീവേഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായോ? സെന്റൻസിൽ നോക്കാം ഏതൊക്കെ കീവേഡ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ നോക്കുമ്പോ ഓക്കെ സമ്മൺ വന്നിട്ടുണ്ട്. അപ്പൊ സമ്മൺ വന്നിട്ടുണ്ട്. അപ്പൊ സമ്മൺ ഏത് പ്രോണൗണിന്റെ കീവേഡ് ആണ് ആലോചിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്, അല്ല കീവേഡ് ആണ്. സോ ആൻസർ ഈസ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? അപ്പൊ പഠിക്കാൻ സിമ്പിൾ അല്ലേ? ഓക്കെ മാം. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രോണൗൺ കേട്ടോ. എല്ലാ പ്രോണൗൺ ഇതേപോലെ തന്നെ പഠിക്കാം. ദെൻ നോക്കിയ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിൽ വരുന്ന കീവേഡ് ഈച്ച്, ഐദർ, നൈദർ. ഈ 3 കീവേഡ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഈ 3 കീവേഡ് ഏതെങ്കിലും സെന്റൻസിൽ ഈ കീവേഡിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ഏത് പ്രോണൗൺ ആണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. അതുപോലെ തന്നെയാണ് ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് ദീസ്, ദാറ്റ്, ദോസ്. ഈ 4 കീവേഡ്സ് വന്നാല് അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച്. ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് റെസിപ്രോക്കൽ പ്രോണൗൺ. Each, other, one, another. ഈ 2 കീവേഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് റെസിപ്രോക്കൽ പ്രോണൗൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോണൗൺസ് ക്ലിയർ ആണ്. അതായത് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അതിൽ പോസിറ്റീവ് പ്രോണൗൺ എന്താണെന്ന് അറിയാം. എംപാത്തിക് പ്രോണൗൺ മനസ്സിലായി, റിഫ്ലെക്സീവ് പ്രോണൗൺ മനസ്സിലായി, ഇൻഡിഫിനൈറ്റ് പ്രോണൗണിൽ കണ്ടോ കീവേഡ്സ് കണ്ടോ. അതുപോലെ എഴുതി വെക്കാട്ടോ നിങ്ങള് നോട്ട്ബുക്കിലോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ കീവേഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഏത് പ്രോണൗൺ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും പ്രോണൗൺസ് ക്ലിയർ ആണ്. ഇൻഡിഫിനൈറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇന്റർഗേറ്റീവ്, റെസിപ്രോക്കൽ. ഇത്രയും പ്രോണൗൺസ് ക്ലിയർ ആണല്ലോ. എന്നിട്ടെല്ലാം കീവേഡ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ മിസ്, അപ്പൊ റിലേറ്റീവിലും ഈ റെസിപ്രോക്കലിലും ഹൂ, വിച്ച് വരുന്നുണ്ടല്ലോ. ഞാൻ പറയാം. ഓക്കെ, അപ്പൊ റെസിപ്രോക്കല് ഈച്ച് അതർ, വൺ അനദർ ആണ് കേട്ടോ. അല്ല മാം, സോറി, ഇന്ററോഗേറ്റീവിലും റിലേറ്റീവിലും ഹൂയും വിച്ചും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ. മനസ്സിലായി. ഇന്റർഗേറ്റീവില് ക്വസ്റ്റ്യൻ ആയിരിക്കും പറയാം. ഇന്റർഗേറ്റീവ് പ്രോണൗൺ ഒക്കെ പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആണ് പറയാം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ who was at the door? Who is the blue car? Who's the car? നിങ്ങളുടെ ടെക്സ്റ്റില് കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്സ് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പറയാം. എന്റെ ഞാൻ എന്താണ് ടെക്സ്റ്റ് വായിക്കുന്ന ടൈമിൽ എന്റെ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് പറയാം. മിസ്റ്റേക്ക് ആണെന്ന് പറയാം കേട്ടോ. ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ട്. ഓക്കെ, ദെൻ ഇന്റർഗേറ്റീവ് പ്രോണൗൺ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, നിലവില് ഞാൻ റിലേറ്റീവ് പ്രോണൗൺ ഒഴികെ ബാക്കി എല്ലാ പ്രോണൗണും ഞാനിപ്പോ പറഞ്ഞു. ഇതെല്ലാം ക്ലിയർ ആണ്.
റിലേറ്റീവ് പ്രോണൗണിന് ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഇത്രയും പ്രോണൗൺ നമുക്ക് ക്ലിയർ ആണോ? 9 പ്രൊണൗൺസില് നമ്മൾ 8 പ്രൊണൗൺസ് ഇപ്പൊ നോക്കി. ഈ 8 ക്ലിയർ ആണോ അല്ലയോ? കീവേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയറാ. ഇപ്പൊ അതറിയില്ലാത്തോണ്ടാ. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എട്ടാമത്തോന്നും കൂടെ പറഞ്ഞു. എട്ടാമത്തെ റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ ഞാനിപ്പോ പറയില്ല. കാരണം അത് പറയാനായിട്ട് ഒരു ക്ലാസ് തന്നെ വേണം. കാരണം കുറച്ച് ടഫാണ്. മനസ്സിലായോ? ബാക്കി എല്ലാം നമുക്ക് കീവേഡ്സ് വെച്ച് പഠിക്കാമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ റിലേറ്റീവ് പ്രോണൗൺ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ്. മനസ്സിലായോ? ഡിഫിക്കൽട്ട് ആണ്. നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റൂ. അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് വെച്ചിട്ടായിരിക്കും, ഫില്ല് ചെയ്യാനായിരിക്കും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ടായിരിക്കും ആ റിലേറ്റീവ് പ്രോണൗണിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതും ഇമ്പോർട്ടന്റ് ആണ്. ആ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എക്സാമിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പൊ ഈ കാണുന്ന എക്സസൈസ് 3 കണ്ടോ? ഇങ്ങനെയായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ വരാം. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസ് അതിന് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോ ഇതുവരെ എടുത്ത ഈ 8 പ്രൊണൗൺസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാതല്ലോ. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യോ 8 പ്രൊണൗൺ? ഓക്കെ, ക്ലിയർ ചെയ്യോ ഇല്ലയോ? പ്രസന്റ് ചെയ്യണം. ടെക്സ്റ്റ് നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഏതൊക്കെ കീവേഡ്സ് ആണെന്ന് പറയണം. നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഉറക്കി പഠിക്കുന്നതും നമുക്ക് സൈലന്റ് ആയിട്ട് പഠിക്കുന്നതും രണ്ടാണ്. ശരിയല്ലേ? അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങൾ പറയാ. അതായത് നിങ്ങൾ ടീച്ചർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യാൻ പറയുന്ന എന്ത് കാര്യത്തിലും നിങ്ങൾ ടീച്ചർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ സ്റ്റുഡൻസ് നമ്മൾ ടെക്സ്റ്റ് നോക്കി ക്ലാസ് എടുക്കില്ലേ? അതുപോലെ ക്ലാസ് എടുക്കാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കാണ്, സ്റ്റുഡൻസിനല്ല കിട്ടുന്നത് നിങ്ങൾക്കാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, കാരണം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. മനസ്സിലായോ? ക്ലാസ്സിൽ ഇപ്പോ ഐ തിങ്ക് ഒരു 15 സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ. ഈ 15 സ്റ്റുഡൻസിനും നമുക്ക് ഈ ഹാഫ് ആൻ അവർ വെച്ചിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ല, അത് പോസിബിൾ അല്ല. സോ ആരൊക്കെ വരുന്നു, അതായത് ഞാൻ പറയാൻ മിസ് എന്ന് പറഞ്ഞ ആരൊക്കെ വരുന്നു അവരാണ് ശരിക്കും ഓപ്പർച്യൂണിറ്റീസ് എന്താ യൂട്ടിലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്നതെല്ലാം പാഴാക്കരുത്. മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് വിളിച്ചിട്ട് ഓക്കെ മളയിക്ക പറയൂ, അങ്ങനെ ഞാൻ പിക്ക് ചെയ്ത് പറയണേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങളായിട്ട് വന്ന് മിസ് ഞാൻ പ്രസന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഇതൊന്നും എനിക്ക് വേണ്ടി പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പറയണം. ഞാൻ പറയാം മിസ്സേ. പറയൂ. നമ്മള് പ്രോനൗണിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരമായി പറയുന്ന പേരാണ് പ്രോനൗൺ. അത് 9 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ പ്രോനൗൺസ്. അത് വ്യക്തികളെയോ വസ്തുവിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പേഴ്സണൽ പ്രോനൗൺസ് ഉപയോഗിക്കുന്നു. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: സബ്ജക്ട് പ്രോനൗൺസ്, ഒബ്ജക്ട് പ്രോനൗൺസ്, പൊസസീവ് പ്രോനൗൺസ്. അതില് സബ്ജക്ട് പ്രോനൗൺസ് മിസ്സേ എളുപ്പത്തിൽ അത് പറഞ്ഞു തന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് കൊടുക്കുന്നയാണെന്നുള്ളത്. അത് വെച്ചാണ് ഞാനത് ഓർത്തിരിക്കുന്നത്. ഒരു നാമത്തിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന പദം. ഇപ്പം ഐ ആം എ ടീച്ചർ, അതിലെ ഐ. പിന്നെ ഹി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്, അപ്പോൾ അവിടെ ഹി. ഷീ ഈസ് മൈ സിസ്റ്റർ, അപ്പോൾ അതിലെ ഷീ. പിന്നെ ഒബ്ജക്ട് പ്രോനൗൺസിൽ പറഞ്ഞത് സ്വീകരിക്കുന്നയാൾ, അതായത് സബ്ജക്റ്റ്. അതിൽ ഇപ്പൊ ഷീ ഗേവ് മീ എ ബുക്ക്, അതിലിപ്പോ മീ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ആളാണല്ലോ. അപ്പൊ അത് വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. ഐ വിൽ ഹെൽപ്പ് യു, അപ്പൊ ഹെൽപ്പ് ചെയ്തത് നമ്മളെ. അപ്പൊ യു, ആ യു വരുന്നത് ഒബ്ജക്റ്റ്.
പിന്നെ പൊസസീവ് പ്രോനൗൺസ്, അത് ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടി മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ദിസ് കാർ ഈസ് മൈൻ, ദാറ്റ് പെൻ ഈസ് യുവേഴ്സ്. പിന്നെ എക്സാമ്പിൾ എന്താ, ദ ടോയ്സ് ആർ ദയേഴ്സ്. അപ്പം അങ്ങനെ വരുന്നതൊക്കെ പൊസസീവ് പ്രോനൗൺസിൽ നമ്മൾ പറയുന്നു. പിന്നെ ഇന്ന് പറഞ്ഞത് എംപത്തിക് പ്രോനൗൺസ്. അതിലെ കീവേഡ്സ് ഒക്കെ മൈസെൽഫ്, ഹിംസെൽഫ്, അവർ സെൽഫ് അങ്ങനെ വരുന്ന സെന്റൻസുകളിൽ പറയുന്നതൊക്കെ എംപത്തിക്. ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. അപ്പം ആ മൈസെൽഫ് നോക്കി നൗണിനും പ്രോനൗണിനും ശേഷം വരുന്നത്, അതാണ് എംപത്തിക്. പിന്നെ റിഫ്ലെക്സീവ് പ്രോനൗൺസ്, വെർബിന് മുമ്പ് വരുന്നത്. എക്സാമ്പിൾ ഹി കട്ട് ഹിംസെൽഫ്, പിന്നെ ഷീ ഹാസ് കേർഡ് ഹെയർ സെൽഫ് ഓഫ് ദ ഹാബിറ്റ്. അതൊക്കെ റിഫ്ലെക്സീവ് പ്രോനൗൺസ്. ഇൻഡെഫിനൈറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കീവേഡ്സ് വരുന്നതൊക്കെ എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസിൽ ഈ കീവേഡ്സ് ഓർത്തിരുന്നാലാണ് ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സം വൺ കോൾഡ് വെൻ യു വെയർ എലോൺ, അതിൽ സം വൺ വന്നുകൊണ്ട് അത് ഇൻഡിഫിനൈറ്റ് പ്രോനൗൺസ്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്. അതിൽ വരുന്ന കീവേഡ്സ് ഈച്ച്, എയ്തർ, നെയ്തർ അങ്ങനെയുള്ളത്. അപ്പൊ ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഗിവൺ എ പ്രൈസ്, അതിൽ ഈച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്, അതിൽ ദിസ്, ദാറ്റ്, ദോസ് ഇതൊക്കെ വരുന്നത്. ദിസ് ഈസ് ആൻ ആപ്പിൾ, അതിൽ ദിസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് ആണെന്ന് മനസ്സിലാക്കണം. ദീസ് ആർ ദ ആപ്പിൾസ്, അതിൽ ദീസ്. ദാറ്റ് ഈസ് ആൻ ആപ്പിൾ, ദാറ്റ്. പിന്നെ ഉള്ളത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്, അതിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നതെന്നാണ് പറഞ്ഞത്. ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച് അതൊക്കെയാണ്. അപ്പൊ ഹൂ വാസ് അറ്റ് ദ ഡോർ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു മീൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് വരുന്നതൊക്കെ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിൽ വരുന്നു. പിന്നെ റിലേറ്റീവ് പ്രോനൗൺസ് മാം പറഞ്ഞില്ലല്ലോ, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. Last one. Reciprocal pronoun. റെസിപ്രോക്കൽ പ്രോനൗൺസ്, അതിൽ വരുന്നത് കീവേഡ്സ് ഏതായിരുന്നു മിസ്? Last. Each other, one another. ഈച്ച് അതർ അതൊക്കെ വരുന്നല്ലേ? രണ്ട് ഇത് വരുന്നല്ലേ? അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. രണ്ടെന്നുള്ളത് each other and one another. ഈച്ച് അതറും വൺ അതറും അത് വരുന്നത് റെസിപ്രോക്കൽ പ്രോനൗൺസ്. ഇതിപ്പോ ബൈഹാർട്ട് പഠിക്കാത്തതുകൊണ്ട് ഇതിപ്പോ നമുക്ക് പാടുപോലെ തോന്നുന്നു. ഇനിയിപ്പോ ഈ കീവേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും എന്തായാലും. Okay, Pia, okay, Nitya, who is next? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പേഴ്സണൽ പ്രോനൗൺസിന്റെ അകത്ത് നമ്മൾ ആ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പറഞ്ഞില്ലേ, അതങ്ങനെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണോ നമ്മളത് മനസ്സിലാക്കേണ്ടത്? അതില് നിങ്ങൾക്ക് ആ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതില് ഓക്കെ, ഇപ്പൊ ഈ നിങ്ങളെ പഠിക്കുന്ന ഈ 9 പ്രോനൗൺസ് ഇതില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റിലേറ്റീവ് പ്രോനൗൺ ആണ് കേട്ടോ. എക്സാം വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റിലേറ്റീവ് പ്രോനൗൺ ആണ്. പേഴ്സണൽ പ്രോനൗണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ബാക്കി എല്ലാം ചോദിച്ചാലും പേഴ്സണൽ പ്രോനൗൺ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ ഇത് ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ പ്രോനൗൺ കുറച്ച് എന്താണ് സബ്ജക്റ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ടെൻസും ഈ വെർബൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ പോർഷൻ ക്ലിയർ ആവും കേട്ടോ. നിങ്ങൾക്ക് സബ്ജക്റ്റും ഒബ്ജക്റ്റ് ഒക്കെ അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഈ പോർഷൻ ക്ലിയർ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ ഞാൻ പ്രസന്റ് ചെയ്യാം? ആരും പ്രസന്റ് ചെയ്യുന്നില്ല? നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ തന്നെയല്ലേ എല്ലാവരും? ടീച്ചേഴ്സ് ഒക്കെ എവിടെ? മോണ്ടിസോറി ടീച്ചേഴ്സ്. ഞാൻ പറയാം ടീച്ചർ. ഗ്രാമർ ബുക്ക് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പോയത്. ഓക്കെ,
നിങ്ങൾ ടീച്ചേഴ്സ് വിളിക്കാം. എന്താണ്? ഇനി നിങ്ങൾ എല്ലാവരും ഞാൻ ടീച്ചേഴ്സിനെ വിളിക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺസ് വെച്ചാൽ സർവനാമങ്ങൾ. ഓക്കെ, അതില് 9 ടൈപ്സ് ഉണ്ട്. പേഴ്സണൽ പ്രൊനൗൺസ്, എംപത്തറ്റിക്, കാണാതെ പഠിച്ച പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അല്ലെ. റിഫ്ലക്റ്റീവ്, റെസിപ്രോക്കല്, റിലേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. കുറച്ച് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞേട്ടോ. 9 അതില് ഞാൻ എഴുതി വെച്ചേന്ന് വെച്ചാല് നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രൊനൗൺ. അതായത് ഒരു പേരിന് പകരം റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതില് പേഴ്സണൽ ഐ, മീ, പിന്നെ സബ്ജക്റ്റിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ഹെർ. ഇപ്പൊ അവളെ അല്ലെങ്കിൽ അവനെ, അവരെ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നത്. മൈ പെൻ, ഇതെന്റെ പേനയാണ്. അങ്ങനെയൊക്കെ നമ്മൾ അവകാശം സ്ഥാപിക്കുന്ന പോലുള്ള ഒരു ഇതല്ലേ. അവർ, അവേഴ്സ് ഒക്കെ അത് പൊസിറ്റീവ് ഓണർഷിപ്പിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസിൽ വരുന്ന 3 ടൈപ്പ്. പിന്നെ രണ്ടാമത്തത് ഇന്ന് പഠിപ്പിച്ചത് എംപത്തറ്റിക്, മൈസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്. സെൽഫ് ചേർത്ത് വരുന്നതൊക്കെ എംപത്തറ്റിക്. പിന്നെ റിഫ്ലക്സീവ് എന്ന് പറയുമ്പോഴത്തേക്ക് വെർബിന് ശേഷമാണോ മുമ്പാണോ, അതൊന്നും കൺഫ്യൂഷൻ ആണ്. നിത്യ പറഞ്ഞത് വെർബിന് മുമ്പെന്നാണ്. അത് മുമ്പാണോ ശേഷമാണോ എന്ന് ടീച്ചർ ഒന്ന് വ്യക്തമാക്കി പറയാം. ശേഷമാണോ? റിഫ്ലക്സീവ് എന്ന് പറയുന്നത് വെർബിന് ശേഷമാണോ മുമ്പാണോ? നിത്യ അവിടെ പറഞ്ഞത് മുമ്പെന്നാ പറഞ്ഞത്, അതുകൊണ്ട് സംശയം. അതിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. പിന്നെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, അങ്ങനെ ഉള്ളതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ഈച്ച്, ഐദർ, നൈദർ. പിന്നെ ഡെമോൺസ്ട്രേറ്റീവ് ദിസ്, ദീസ്, ദാറ്റ്, ദോസ്. ഇന്ററോഗേറ്റീവ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വരുന്നത് എപ്പോഴും ഇന്ററോഗേറ്റീവ് എന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ റിലേറ്റീവ് റിഫ്ലക്സീവ് അത് ടീച്ചർ പറഞ്ഞിട്ടില്ല, വിശദമായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. പിന്നെ റിലേറ്റീവ് ഈച്ച് അതർ, വൺ അതർ, എനി അതർ ഒക്കെ വരുന്നത് റെസിപ്രോക്കൽ. ഓക്കെ, എത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. Okay, then next Sarah. Who is next? Yeah, okay. Pronoun is a word that we used in place of a noun. There are 9 kinds of pronouns: personal pronouns, emphatic pronouns, reflexive pronouns, indefinite pronouns, distributive pronouns, demonstrative pronouns, interrogative pronouns, relative pronouns, reciprocal pronouns. Personal pronouns means words that are replaced nouns referring to people or thing. For example, I, we, me, us, you, he, she, him, they, my, our, her, their, it. The emphatic pronoun it can be used after the pronoun or noun. Keywords are myself, ourself, yourself, himself, herself, itself, themselves. Next, another reflexive pronoun. It can be used after the verb. Subject and object are same. Indefinite pronoun. Adile question word aanu. The keywords are everyone, everybody, someone, somebody, or anyone. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ അതിൽ വരുന്നത് ഈച്ച്, എയ്തർ, നെയ്തർ. ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് അതിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഡിമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. പിന്നെ റെസിപ്രോക്കൽ പ്രോണൗൺസ് അതിൽ ഈച്ച് അതർ, വൺ അതർ ആയിരിക്കും അതിലെ കീവേഡ്സ്. Okay. പ്രൊനൗൺസ് ഇല്ലേ അതിൽ? കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസും എക്സ്ക്ലമേറ്ററി പ്രൊനൗൺസ് ഒക്കെ ഇല്ലേ? ഓ ടെക്സ്റ്റിലില്ല, അതാ ചോദിച്ചത്.
Okay. Next ആരാ? ആരാ പറയാ? സിനി തമ്പി. മിസ് എൻ്റെ കയ്യില് ഞാൻ ഓഫീസിലിരുന്ന കാണും, അതുകൊണ്ട് എൻ്റെ കയ്യില് ബുക്കും ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാലും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയാൻ പറ്റുന്നില്ല. Okay. പേഴ്സണൽ പ്രോനൗൺസ് അതില് 9 തരത്തിലാണുള്ളത്. എംഫാറ്റിക്, പിന്നെ ഞാൻ ഓർത്ത് പറയണേ മിസ്. നോക്കി പറയൂ. നോക്കി ടെക്സ്റ്റ് നോക്കി പറയൂ കേട്ടോ. ടെക്സ്റ്റ് എന്റെ കയ്യിലില്ല, ഞാൻ ഓഫീസിലിരുന്നാ കാണുന്നുണ്ട്, അതുകൊണ്ട് ടെക്സ്റ്റ് എന്റെ കയ്യിലില്ല മിസ്. ഞാൻ പറയാം. എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലക്സീവ് പ്രോനൗൺ, പിന്നെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, റെസിപ്രോക്കൽ പ്രോനൗൺ. അതില് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത് നൗണിനും പ്രോനൗണിനും ശേഷം കീവേഡ്സ് വരുവാണെങ്കിൽ അതാണ് എംഫാറ്റിക് പ്രോനൗൺ. പിന്നെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീവേഡ്സ് വേർബിന് ശേഷം വരുന്നത്, അങ്ങനെയുള്ളത് റിഫ്ലക്സീവ്. പിന്നെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് എവ്രി വൺ, എവ്രിബഡി, അതുപോലെയുള്ളതൊക്കെ ഇൻഡെഫിനിറ്റ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഞാൻ ബുക്ക് ഉള്ളപ്പോ ഞാൻ ശരിക്കും പറയണം. ഓക്കെ. നെക്സ്റ്റ് ആരാ പറയാ? റജി ഫാത്തിമ പറയൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറഞ്ഞു നോക്കാം. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരിനെ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. പ്രോനൗൺ 9 എണ്ണം ഉണ്ട്. അതില് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രോനൗൺ എന്തുവാ, പറയാ, ഞാൻ പഠിച്ചതായിരുന്നു നേരത്തെ, ഇപ്പൊ എനിക്ക് കാണാതെ പറയണ്ട രജി, നോക്കി പറഞ്ഞാലും മതി. നോക്കി പറയുക, നോക്കി പറഞ്ഞാലും മതി കേട്ടോ. ഞാനേ ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഇപ്പൊ കയ്യിന്ന് പോയി. അടുത്ത് പറഞ്ഞിട്ട് പറയാം. ഞാൻ പറയാം മിസ്സേ. എംഫറ്റിക് പ്രോനൗണും റിഫ്ലക്റ്റീവ് പ്രോനൗണും ഒപ്പം പറയാ. അതിന്റെ കീവേഡ്സ്, രണ്ടിന്റെയും കീവേഡ്സ് ഒന്നാണ്. അതായത് മൈസെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ് സെൽഫ്, ദംസെൽഫ്. അത് രണ്ടും എങ്ങനെ തിരിച്ചറിയാ ചോദിച്ചാല്, എംഫറ്റിക് പ്രോനൗൺ പറഞ്ഞാൽ നൗണിനും പ്രോനൗണിനും ശേഷമായിരിക്കും ഈ കീവേഡ്സ് വരിക. റിഫ്ലക്റ്റീവ് ആണെങ്കിൽ നൗണിന് ശേഷമായിരിക്കും ഈ കീവേഡ്സ് വരിക. അതെ. പിന്നെ ഇൻഡിഫിനിറ്റ് പ്രോനൗൺസ് പറയുമ്പോൾ അതില് എവ്രി വൺ, എവരിബഡി, സംവൺ, സംബഡി, എനിബഡി, എനിവൺ, അങ്ങനത്തെ അത് അങ്ങനെ വരും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിൽ ഈച്ച്, ഐദർ, നൈദർ എന്നിവയാണ് വരിക. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിൽ ഈച്ച്, ഐദർ, നൈദർ എന്നാണ് വരിക പറഞ്ഞു. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണിൽ ദിസ്, ദാറ്റ്, ദോസ് അങ്ങനത്തെയൊക്കെ
ആയിരിക്കും. പിന്നെ ഇൻട്രിഗേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും. ഹൂ, ഹൂസ്, ഹും, വാട്ട് അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും കീവേഡ്സ് വരിക. പിന്നെ റിലേറ്റീവ് പ്രൊനൗൺസ് മിസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെസിപ്രോക്കലില് ടു വേ റിലേഷൻഷിപ്പ് ആണ് വരിക. അതായത് ഈച്ച് അതർ, വൺ അതർ, ഈച്ച് അതർ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. Okay. Yeah. Okay, Siri. Sorry, Anju. Then any next ആരാ പറയാ? സജിത. Try ചെയ്ത് നോക്കൂ. മിസ് ഞാൻ ജോലി സ്ഥലത്താണ്. എനിക്ക് ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ റൈസ് ഇല്ല. പിന്നെ ഞാൻ ആരും അറിയാണ്ട് ഫോൺ യൂസ് ചെയ്യണതാ ക്ലാസ് അറ്റൻഡ് ചെയ്യണതാ മിസ്. Okay. Then ഞാൻ പറഞ്ഞു നോക്കാം. Okay. പറയൂ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേരിനെ റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. പ്രോനൗൺ 9 തരം ഉണ്ട്. അതില് പേഴ്സണൽ പ്രോനൗണിന് സബ്ജക്ട് പ്രോനൗൺ, ഒബ്ജക്ട് പ്രോനൗൺ, പൊസസീവ് പ്രോനൗൺ അങ്ങനെ ഉണ്ട്. അപ്പൊ അതില് സബ്ജക്ട് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ആരെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ അതിന് ഞാൻ സബ്ജക്റ്റ്, ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഐ സബ്ജക്റ്റ്. പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിൽ എന്താ പ്രവൃത്തിയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതില് എന്താ ഒരു കൊടുക്കുന്ന ആൾ സബ്ജക്റ്റും സ്വീകരിക്കുന്ന ആൾ ഒബ്ജക്റ്റും ആണ്. പിന്നെ പൊസസീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് പൊസസീവ് പ്രോണൗൺ. ദിസ് ബുക്ക് ഈസ് മൈൻ, അതിൽ മൈനാണ് പൊസസീവ്. പിന്നെ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതില് ഒരാളെ പറ്റി പറയുന്നതില് ഫസ്റ്റ് പേഴ്സൺ, ഞാൻ ഒരാളെ പറ്റി പറയണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പേഴ്സൺ, പിന്നെ അടുത്ത ആള് പറയുന്ന ആള് സെക്കൻഡ് പേഴ്സൺ, രണ്ടുപേരും വേറൊരാളെ പറയുന്നത് തേർഡ് പേഴ്സൺ. പിന്നെ അടുത്ത വേടൊക്കെ തെറ്റിപ്പോവേ സ്പെല്ലിങ്. എമ്പത്തിക് പ്രോനൗൺ എന്ന് പറയുമ്പം നൗണിനും പ്രോനൗണിനും ശേഷം വരുന്ന ഇതാണ് ശേഷം വരുന്ന നൗണാണ് എമ്പത്തിക് നൗൺ പ്രോനൗൺ. പിന്നെ റിഫ്ലക്റ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ വെർബിന് ശേഷം വരുന്ന പ്രോനൗൺ ആണ് റിഫ്ലക്റ്റീവ് പ്രോനൗൺ. പിന്നെ എന്തോ പേര് നജീബ് ഫാത്തിമ മനസ്സിലായത് പറയുന്നല്ലേ, നോക്കി പറയുന്നല്ലോ. ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കുന്നത് പറയുന്നതാ, എന്നാലും എനിക്ക് കുറെയൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്ക് ചില വേർഡുകളൊന്നും എനിക്ക് നല്ല സ്പെല്ലിംഗ് നല്ല ക്ലിയർ ആയിട്ട് വായിക്കാൻ അറിയില്ല. ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്താണ് പ്രോനൗൺ എന്ന് ക്ലിയർ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കി നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി പ്രോനൗൺ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ക്ലാസ് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ പോർഷൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ, പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ സൈൻ ഔട്ട് പറയൂ കേട്ടോ, വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് പറയാനായിട്ട് ഇന്ന് ആരും തീരുമാനിച്ചിട്ടില്ല, ഞാൻ തന്നെ പറയാം. ഞാൻ ഫുഡ് കഴിക്കുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കൊടുങ്ങല്ലൂർ പോകണം. അപ്പൊ എന്നാലും പറയാം, ഇത്രയും നേരം 9 പ്രൊനൗൺസും അതില് 8 നന്നായി പഠിപ്പിച്ചു, നന്നായിട്ട് മനസ്സിലായി. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു. Okay, thank you so much. See you on the next class. Okay, bye.
താങ്ക് യു മാം.